പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മറുപടി വൈകുന്നു, വാഗ്ദത്ത നിവർത്തി വൈകുന്നു എന്നൊന്നും കണ്ട് ഭാരപ്പെടേണ്ട കേട്ടോ. പത്രോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലേ, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവിടുത്തെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പാൻ. അങ്ങനെയാണെങ്കിൽ കർത്താവിനൊരു ടൈമുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ല. കർത്താവിൻ്റെ സമയത്തിനായിട്ട് നാം അല്പം ഒന്ന് കാത്തിരുന്നാലുണ്ടല്ലോ, ആ മറുപടി അത് ഭയങ്കര മഹത്വപൂർണമായ മറുപടിയായിരിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കാറും പറയാറുമുള്ള കാര്യമാണ്. ഹന്നയും എൽക്കാനയും കല്യാണം കഴിച്ചപ്പോൾ അവർക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആ ജന്മം അവരുടെ വീടിൻ്റെ 4 ഭിത്തിക്കകത്ത് ഒതുങ്ങിയതിന് ആ സന്തോഷം അല്ലേ. അവരൊരുമിച്ച് സന്തോഷിച്ചു, കുഞ്ഞിനെ താലോലിച്ചു, വളർത്തി, തീർന്നു. പക്ഷേ ചില നാളുകൾ ഹന്നയും എൽക്കാനയും, പ്രത്യേകിച്ച് ഹന്ന, പ്രാർത്ഥനയോടെയും കണ്ണുനീരോടെയും കാത്തിരിക്കേണ്ടി വന്നതുകൊണ്ട് അവൾക്ക് ഉണ്ടായ പുത്രൻ 4 ഭിത്തിക്കകത്ത് ഒതുങ്ങിയില്ല. പകരം വചനത്തിൽ 1 ശമൂവേൽ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ദാൻ മുതൽ ബർഷേബ വരെ വിശ്വസ്ത പ്രവാചകനായിരുന്നു ശമൂവേലെന്ന്. നോക്കിക്കേ, കർത്താവ് അവിടുത്തെ സമയത്ത് നൽകുന്ന മറുപടികൾ അത് 4 പേരിൽ ഒതുങ്ങുന്നതായിരിക്കത്തില്ല. ദേശം അറിയത്തക്കവണ്ണം മഹത്വപൂർണമായ, ദൈവനാമം മഹത്വമെടുക്കത്തക്ക അസാധാരണമായ മറുപടികളായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി കാത്തിരുന്നിട്ടും മറുപടി കാണുന്നില്ല, എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ നിവർത്തിയൊന്നും കാണുന്നില്ല എന്നൊന്നും പറഞ്ഞ് ഭാരപ്പെടേണ്ട. അത് നമ്മളുടെ സമയത്ത് നമ്മൾ ഒത്തിരി കാത്തിരുന്നെന്നൊക്കെ നമുക്ക് തോന്നുന്നത്. പക്ഷേ കർത്താവ് മറുപടി തന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അയ്യോ എത്ര ഈസി ആയിട്ട് കർത്താവ് ഇതെനിക്ക് നൽകി തന്നു, എത്ര എളുപ്പമായിട്ടാണ് ഈ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ചത് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കത്തക്കവണ്ണം, കർത്താവിന് മഹത്വം കൊടുക്കത്തക്കവണ്ണം അവിടുന്ന് ചെയ്യും കാര്യങ്ങൾ. ആ കർത്താവ് പ്രവർത്തിക്കുമ്പോൾ അത് പെട്ടെന്നായിരിക്കും. നമ്മൾ കുറേ നാൾ കാത്തൊക്കെയിരുന്നു, മടുത്തു, ഇനി വയ്യ എന്നൊക്കെ പറഞ്ഞ് ക്ഷീണിച്ച് വിഷമിച്ചിരിക്കുമ്പം കർത്താവിൻ്റെ കാര്യം പെട്ടെന്ന് അവിടുത്തെ സമയത്ത് ക്ഷണത്തിൽ പെട്ടെന്ന് പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കുവാൻ കഴിയാത്ത അത്യത്ഭുതമായിരിക്കും. അതുകൊണ്ട് ഇന്നാരെങ്കിലും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് പരിഭവപ്പെട്ട്, അല്ലെങ്കിൽ വാഗ്ദത്ത നിവർത്തി നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഖേദിച്ച് വിഷമിച്ച് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പരിഭവം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, പ്രാർത്ഥനയൊന്നും നിർത്തണ്ട. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ആ തക്ക സമയം എത്രയും വേഗം വെളിപ്പെടും. തക്ക സമയം വെളിപ്പെട്ട് കഴിയുമ്പോൾ, അയ്യോ ഇത്ര പെട്ടെന്ന് ക്ഷണത്തിൽ കർത്താവിൻ്റെ കാര്യം ചെയ്തല്ലോ എന്ന് പറയത്തക്കവണ്ണം അത്യത്ഭുതമായി കർത്താവ് മഹത്വമെടുക്കത്തക്ക അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും കേട്ടോ. അതുകൊണ്ട് കാത്തിരിപ്പ് വെറുതെ അല്ല, കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കാനാണ്. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ഈ വചനത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ തക്ക സമയത്ത് ഉയർത്തുമെന്ന് ഞങ്ങൾക്കറിയാം. അവിടുത്തെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ ഹിതം ഞങ്ങളുടെ കൂടെയുണ്ട്. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. അങ്ങയുടെ ആലോചന പ്രകാരം ഞങ്ങളെ നയിക്കണമേ. എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പാ, ഒത്തിരി സ്നേഹിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ കാത്തിരിപ്പാൻ വേണ്ട ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുകയാൽ സ്തോത്രം. പിറുപിറുപ്പും ഡൗട്ടും ഫിയറും ഒക്കെ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ക്ഷമയോടെ കർത്താവിൻ്റെ സമയത്തിനായി കാത്തിരിക്കുവാൻ അശ്രേഷ്ഠമായ മറുപടി കരത്തിൽ പ്രാപിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു കേട്ടോ അപ്പാ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എന്നോട് ചേർന്നെന്ന് പറഞ്ഞേ, അതുകൊണ്ട് അവൻ എന്നെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവിടുത്തെ ബലമുള്ള കൈക്കീഴ് ഞാൻ താണിരിക്കും. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ക്ഷണത്തിൽ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ബ്ലെസ് യു.